നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ബുൾഡോസർ രാജിനെ കുറിച്ചിട്ടാണ്. ഇക്കഴിഞ്ഞ മെയ് മുതൽ ജൂൺ വരെയുള്ള 45 ദിവസത്തിനിടയിൽ രാജ്യത്ത് 23 മുസ്ലിം മതസ്ഥാപനങ്ങളാണ് ബുൾഡോസർ രാജിൽ തകർക്കപ്പെട്ടത്. ഇതിൽ ഉത്തർപ്രദേശുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തുണ്ട്, ഹരിയാന ഉണ്ട്. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് 200-800 വർഷങ്ങളൊക്കെ പഴക്കമുള്ള പള്ളികൾ, ദർഗകൾ, മദ്രസകൾ അടക്കം തകർക്കപ്പെട്ടു. നമുക്കറിയാം, രാജ്യത്ത് മോദി സർക്കാരിന് കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അരങ്ങേറുന്ന ബുൾഡോസർ രാജ് അറിയാം. പക്ഷേ ഈ സമീപകാലത്തുണ്ടായിട്ടില്ലാത്ത വിധം വളരെ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയേറെ മുസ്ലിം മതസ്ഥാപനങ്ങൾ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രമോദ് സാറ്, ഇതിൽ ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അനധികൃത നിർമ്മാണം ആരോപിച്ചു അല്ലെങ്കിൽ കയ്യേറ്റം, ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി കുറേ പേർക്ക് ഇളവുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് കൂടിയിട്ട് ബാക്കി സംഘടനകളടക്കം ആരോപിക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിലിപ്പോൾ നിയമപരമായിട്ട് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു തടസ്സവുമില്ല. ഒന്നാമതായിട്ട് സുപ്രീം കോടതി ഇതിന് വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള വിധി വന്നിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ അതിന് നോട്ടീസ് കൊടുക്കുക, അതിന് വിശദീകരണം ലഭിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ സുവ്യക്തമാണ്. അപ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക്കലി ആ കാര്യത്തിൽ ചെയ്യാനുള്ളത്. അതൊന്നിലും ഒരു കാര്യത്തിൽ പോലും അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിന് വെയിറ്റ് ചെയ്യാതെയും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകളുടെ വീടുകളും താമസ സ്ഥലങ്ങളും ഒക്കെ നിരപ്പാക്കുന്നതാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പല കാരണങ്ങളാണ്. ഇപ്പോൾ സികേഷ് പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. ഇൻഡിവിജ്വൽ കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതിനും പല സ്വഭാവമാണുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർ തന്നെ വാദിക്കും, അല്ലെങ്കിൽ സർക്കാരുകൾ തന്നെ പറയുന്നതാണ് എൻക്രോച്ച്മെൻറ്റ്, കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഒക്കുപൈ ചെയ്യുന്നത് മാറ്റാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള ഓരോ കാരണങ്ങളാണ് ഓരോ കേസിനുമായിട്ട് പറയുന്നുണ്ടാവുക. പക്ഷെ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ 23 ആരാധനാലയങ്ങൾ മാത്രമല്ല, ദർഗകൾ, അതുപോലെ തന്നെ ഖബറിടങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഒരു മതവിഭാഗത്തിൻ്റെ, മുസ്ലിം വിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ തന്നെ ഇതിനെല്ലാം കൂടി ഒരു പാറ്റേൺ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് അതിനകത്ത് ഒറ്റ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് എവിടുന്നെങ്കിലും വരുന്ന ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലോ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണല്ലോ ഭൂരിഭാഗവും. ഈ സൗത്ത് ഇന്ത്യയിൽ അല്ലാതെ മറ്റേ എല്ലായിടത്തും അങ്ങനെ മാറിക്കഴിഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റേതായിട്ട് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന. അതെ, ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ബംഗാൾ വന്നു, അസം അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. ബംഗാൾ വരുന്നു, ബീഹാർ ഉണ്ട്, അപ്പോൾ ഒഡീഷ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ മുഴുവനും ഈ ഭരണത്തിന് കീഴിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാരണം മതി ഒരു ആരാധനാലയം തകർക്കപ്പെടാൻ, അല്ലെങ്കിൽ ഈ ദർഗകൾ എന്തെങ്കിലും ഇല്ലാതെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് മൊത്തം ഈ പാറ്റേൺ പലതരത്തിൽ നടക്കുന്നുണ്ടെന്ന് കാണാം. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ, മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, മദ്രസകളുടെ കാര്യത്തിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റൊക്കെ അതിൻ്റെ കണക്കും മറ്റും ശേഖരിക്കുന്നത് എന്തിനാണെന്നാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള ഈ കണക്കുകൾ ശേഖരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു രേഖയില്ലായ്മയോ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ പൂട്ടുക എന്നുള്ളതാണ്. മിക്കവാറും ഒക്കെ പശ്ചിമ ബംഗാളിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുവരെയുള്ള ആ സ്വഭാവം, അതിൻ്റെ നടപടികളുടെ രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ആരാധനാലയങ്ങൾ ഉള്ളിടത്ത് തന്നെ എൻക്രോച്ച്മെൻറ്റ് തടയുക എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്നു. അത് മറ്റു പലതുമായി കൂട്ടിയിണക്കപ്പെടുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ വളരെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ സിയാവുസ് സലാം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പം ഈ കാണുന്ന സാധനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ബീയിങ് മുസ്ലിം ഇൻ ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് ദീർഘകാലം കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിനെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതൊരു പുതിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ കേസസ് മാത്രം വെച്ചിട്ടോ അനലൈസ് ചെയ്യേണ്ടതല്ല. ഇത് കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ 10-12 വർഷങ്ങളായിട്ട് മുസ്ലിം ആരാധനാലയങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ നേരെ നടക്കുന്ന വിവിധ കോർണറുകളിൽ നിന്ന് പല സൈഡിൽ നിന്നായിട്ട് നടക്കുന്ന അറ്റാക്കുമായിട്ടാണ് ഇതിനെ ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആരാധന, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ വിവിധ തരത്തിലുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കും അതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും എതിരായി നടക്കുന്ന അറ്റാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതിനെ അല്ലാതെ ഓരോ കേസായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും കാണാൻ കഴിയില്ല. അത് ആളുകൾ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, ഇതിന് ന്യായീകരണമായി, മൊത്തത്തിലുള്ള ന്യായീകരണമായി അത് മാറുകയേ ഉള്ളൂ. യെസ്, അജിംസി, മുമ്പ് ആൾക്കൂട്ട കൊലപാതകങ്ങളല്ലേ, ബീഫിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ രാജ്യത്ത് വലിയ വാർത്തകളായിരുന്നു. പക്ഷെ ഇപ്പോൾ അതേപോലെ തന്നെ ബുൾഡോസർ രാജ് ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലം അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോൾ കാണേണ്ടത്? അതിൽ ഒരു പ്രശ്നം, ഈ 2014 മോദി വന്നതിന് ശേഷം BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുണ്ടായിട്ടുള്ള ബുൾഡോസർ രാജ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊരു തടയിട്ടിരുന്നു സുപ്രീം കോടതി. ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കുകയും അതങ്ങനെ പാടില്ല എന്നും അതിന് ചോദ്യം ചെയ്യാനുള്ള പ്രൊവിഷൻസും ഒരു വിശദമായ ഗൈഡ് ലൈൻസ് പുറത്തിറക്കി. അതിനുശേഷം അത്തരം വാർത്തകൾ കുറവായിരുന്നു. ശ്രദ്ധിച്ചറിയാം, അത്തരം വാർത്തകൾ കുറവായിരുന്നു. പൊതുവെ താരതമ്യേന കുറവായി, ഇല്ല എന്നല്ല, പൂർണ്ണമായി ഇല്ലാതായെന്നല്ല. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ 2026 നമ്മൾ അത്തരം വാർത്തകൾ ധാരാളമായി കേൾക്കുന്നത്. 2024 2025 അത് കുറവായിരുന്നു. നമ്മൾ ഫാക്ച്വലായി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം കുറവായിരുന്നു. ഈ വർഷമാണ് അത് കൂടുതലായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം, നമ്മൾ ഈ തകർക്കപ്പെട്ട മസ്ജിദുകളുടെയും ദർഗകളുടെയും മദ്രസകളുടെയും ഒരു പൊതു സ്വഭാവം, ഇത് പല സംസ്ഥാനങ്ങളിലും പല കാരണങ്ങളും പല രീതിയുമാണെന്ന് സാർ പറഞ്ഞല്ലോ. ഒരു പൊതു സ്വഭാവം, ഇതൊരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സ്ഥാപനങ്ങളാണ് എല്ലാം. അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി RSSൻ്റെ ഐഡിയോളജിയാണ്. അതായത് ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളൊന്നും ഇവന്മാരുടെ വേണ്ട. അത് മദ്രസകളോടും പള്ളികളോടൊന്നും ഉള്ളതല്ല, ആ പൗരാണികതയോടുള്ള പ്രശ്നമാണ്. ഇത് ഏതോ കാലത്ത് ഇവന്മാർ പണിതാണ്, ഏതെങ്കിലും മുഗളന്മാർ പണിതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജവംശം പണിതാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ്. അപ്പോൾ പുതിയ മസ്ജിദുകളൊന്നും തുറക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള പുതിയ മസ്ജിദുകൾക്കായിരിക്കും. കാരണം അത് ഒരു ഭൂമി വാങ്ങിയതാണോ, പിന്നെ പണിതാണോ, എൻകറേജ്മെൻ്റ് ആണോ, പുതിയ പഴയ മസ്ജിദുകളിലാണ് കൂടുതലും പ്രശ്നം വരുന്നത്. അതായത് ചരിത്ര പ്രാധാന്യമുള്ള ദർഗകൾ, ചരിത്ര പ്രാധാന്യമുള്ള മദ്രസകൾ, പള്ളികൾ, ഇതിലാണ് വരുന്നത്. ഇതിൻ്റെ പിന്നിലെ ഐഡിയോളജി ഇതാണ്, ഇതൊന്നും ഇവിടെ വേണ്ട എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അവർ താജ്മഹലും ബുൾഡോസ് ചെയ്തേനെ, പറ്റില്ല. കാരണം അവിടെ ടൂറിസം ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും ബുൾഡോസ് ചെയ്ത് കളഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇവർ ചുണ്ണാമ്പ് പൂട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ, ബാബരി മസ്ജിദ് ഒന്നാമത്തെ ഉദാഹരണമാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറേ എണ്ണം ചുണ്ണാമ്പ് പൂട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ട്രയലാണ് ഈ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. 1. 2, എന്തുകൊണ്ട് ഇപ്പോൾ 2024-25 ഇല്ലാത്ത എണ്ണം ഇപ്പോൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു ചോദിച്ചാൽ, 2024 തെരഞ്ഞെടുപ്പിൽ മോദിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഒരു ഡിഫൻസ് മോഡിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആദ്യത്തെ 2 ടേമിലുള്ള അത്ര പവർ അവർക്കില്ല. അപ്പോൾ ആ പവർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ MP മാരെ പോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യസഭയിലെ എണ്ണം ഭൂരിപക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, ലോക്സഭയിലും അടുക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇനി സമാജ്വാദിയെ പറ്റി പിളർന്നു കേൾക്കുന്നു. അങ്ങനെ അവർക്കൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ അവിടെ ഇവർ ലാക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് ഈ 1-2 ടൈമിൽ, മോദിയുടെ 1-2 ടൈമിൽ ഉണ്ടായിരുന്ന അത്ര ഈ മോദി ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇപ്പോൾ 1-ാം ടൈമിൽ നമ്മൾ നോക്കുക, ബാബരി മസ്ജിദ് വിധി വരുന്നു. ബാബരി മസ്ജിദിന് പകരം അവിടെ ശ്രീരാമക്ഷേത്രം 2019 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നിയമ ഭേദഗതികൾ, വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഈ 1-2 ടൈമിലുണ്ട്. 2024 ശേഷം എന്താ ഉണ്ടായിട്ടില്ല അങ്ങനെ. അതായത് അവരുടെ വോട്ട് ബാങ്കിനെ, അവരുടെ കോർ വോട്ടേഴ്സിനെ, അവരുടെ സപ്പോർട്ടേഴ്സിനെ ത്രില്ലേപ്പിക്കാൻ പറ്റൊന്നുമില്ല. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള കണ്ടൻറ്റാണ് കൂടുതൽ. മുമ്പാണെങ്കിൽ നമ്മൾ വിദ്വേഷ പ്രചാരണവും ഈ BJP IT സെല്ലിൻ്റെയും ഒക്കെ വെറുപ്പും വിദ്വേഷമായിരുന്നു മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ മെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നോക്കിയാണ്, ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ നോക്കിയാണെങ്കിലും അത്തരം കണ്ടൻറ്റുകൾക്ക് റീച്ചില്ല. സംഭവം ഇല്ല എന്നല്ല, വാട്സപ്പ് വഴി ധാരാളം പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പൊതുവായൊരു ആറ്റിറ്റ്യൂഡ് സർക്കാരിനെതിരായിട്ടാണ്. അവിടെ കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നു, രാഹുൽ ഗാന്ധിയുടെ കണ്ടൻസിന് ഭയങ്കരമായ ട്രാഫിക് ഉണ്ടാകുന്നു. ഇതൊന്നുമില്ല. നമ്മൾ നോക്കുക, ഇവിടെ ഇത്തരം ബുൾഡോസിങ് ദൃശ്യങ്ങൾ ഇപ്പോൾ ധാരാളമായി സർഫസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര BGM ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായി ഓടിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അത് ഇവരുടെ കോർ വോട്ട് ബാങ്കിന്, സപ്പോർട്ടേഴ്സിനെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അതുകൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്.
ഇപ്പോൾ ഡൽഹിയിലൊരു മദ്രസ പൊളിക്കുന്നുണ്ട്. മദ്രസ സർക്കാരല്ല പൊളിക്കുന്നത്, കുറച്ച് BJP-കാർ വന്നിട്ട് മദ്രസ മതിലിൽ കയറി മതിൽ പൊളിക്കുകയാണ്. അതിൻ്റെ വീഡിയോ അവർ ഭയങ്കരമായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് BGM ഒക്കെ ഇട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 2 ലക്ഷ്യങ്ങൾ ഇതിനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പെർസിക്യൂഷനാണ്. ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സർക്കാർ തന്നെ, ഭരണകൂടം തന്നെ വേട്ടയാടുകയാണ്, അവരുടെ ആരാധനകൾ പൊളിച്ചേക്കുകയാണ്. അപ്പോൾ ഇത് ലോകം എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് കാണുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ കണ്ടാലും ഒരു പ്രശ്നമില്ല എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരു രാജ്യം, ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ മാപിനി എന്ന് പറയുന്നത് ആ രാജ്യം അതിൻ്റെ മൈനോറിറ്റികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ പാകിസ്ഥാനാവട്ടെ, ഇന്ത്യ ആവട്ടെ, അമേരിക്ക ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, ഒരു രാജ്യം അവിടുത്തെ മൈനോറിറ്റി, മത ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല എല്ലാത്തരം ന്യൂനപക്ഷങ്ങളോടും ആ ജനാധിപത്യ രാജ്യം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ജനാധിപത്യ മാപിനിയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് തീരുമാനിച്ച ഒരു സംഘത്തോട് എന്ത് പറയാൻ, എന്ത് ചോദിക്കാൻ? കോടതി എന്ത് ചെയ്യാനാണ്? കോടതി ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. കോടതിക്ക് ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? ഈച്ച് ആൻഡ് എവരി കേസ് എങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബുൾഡോസർ രാജ് ഇനിയും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ സ്വഭാവം മാറുന്നു. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആളുകളുടെ വീട് തകർക്കലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പള്ളികളിലേക്കും മദ്രസകളിലേക്കും നീങ്ങുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ, ഈ ബുൾഡോസർ രാജിൽ പലവണ കോടതികൾ ഇടപെടുകയും പലതരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോഴും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ബുൾഡോസർ രാജുകൾ കൊണ്ട് മുസ്ലിം മതസ്ഥാപനങ്ങളൊക്കെ ഇടിച്ചു തകർക്കുന്നത്. ഇത് വളരെ സങ്കടകരമാണ് എന്നാണ് പറയാനുള്ളത്.